ജെറൂസലേമിലേക്ക് പോകുന്ന സമയത്ത് കുറേ സംഭവങ്ങളുണ്ടായി. അദ്ദേഹം യഹൂദരോട് പ്രസംഗിക്കുന്നുണ്ട്. അതിനുശേഷം യഹൂദരുടെ വലിയ എതിർപ്പ് പൗലോസിനെ നേരിടുകയാണ്. അവരെ കൊല്ലാൻ വരെ, ഇവനെ കൊല്ലണം, അവനെ കൊല്ലുക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ജനക്കൂട്ടം പുറകെ ഓടി. ഈ സംഭവങ്ങൾ ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പ്രസംഗം കഴിഞ്ഞപ്പോൾ വീണ്ടും ജനക്കൂട്ടം അവർ സ്വരമുയർത്തി വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നീക്കം ചെയ്യുക, അവൻ ജീവനോടെ ഇരിക്കാൻ പാടില്ല. അവർ ആക്രോശിച്ചുകൊണ്ട് തങ്ങളുടെ മേൽവസ്ത്രങ്ങൾ കീറുകയും അന്തരീക്ഷത്തിലേക്ക് പൂഴി വാരിയെറിയുകയും ചെയ്തു. ഒരു പൗലോസിനെതിരായിട്ടാണ്, ഒരു വ്യക്തിക്കെതിരായിട്ടാണ് അവർ ഇത്തരം നടപടികൾ അവർ ചെയ്യുന്നത്. പിന്നീട് വീണ്ടും അവർ പറയുകയാണ്, അവർ ഇന്നത്തെ വായനയിൽ അതുണ്ട്, തർക്കം മൂർച്ഛിച്ചപ്പോൾ ഇത് സഹസ്രാധിപൻ ഈ പൗലോസിനെ ഒന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം അതിനിടയിൽ തർക്കം മൂർച്ഛിച്ചപ്പോൾ പൗലോസിനെ അവർ വലിച്ചു കീറുമോ എന്ന് വരെ സഹസ്രാധിപൻ ഭയപ്പെട്ടു.